ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BMCയുടെ റീപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്റർ ഇൻസ്റ്റലേഷൻ ആണ് എൻ്റെ വണ്ടിയിൽ. സോ എൻ്റെ വണ്ടി ഹോണ്ട CR-V ആണ്. അപ്പോൾ അതിൽ ഞാൻ സിറാറ്റിയുടെ ഒരു ഫ്യൂൽ എനർജൈസർ ചെയ്തല്ലോ. അതുപോലെ തന്നെ ഞാൻ എയർ ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞാൽ എൻജിനിലേക്കുള്ള എയർ സപ്ലൈ ബെറ്റർ ആവും, അതോടുകൂടി എഫിഷ്യൻസി കൂടും എന്നൊക്കെ ഞാൻ പല ഇതും കണ്ടിരുന്നു. നോട്ട് ബൈ എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രമാണിച്ചിട്ടാണ് ഇത് വാങ്ങിയെങ്കിലും ഇതിൻ്റെ വേറൊരു മെയിൻ റീസൺ ഞാൻ ഇങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്റർ വാങ്ങാനുള്ള കാരണം, നമുക്ക് ഉള്ള നോർമൽ എയർ ഫിൽറ്റർ ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ഉള്ള എയർ ഫിൽറ്ററാണ്. ഇതാണെങ്കിൽ ഒരു പെർമനൻറ്റ് സെറ്റപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ബാക്ക് ടു ന്യൂ. സോ ഇത് മറ്റേ എയർ ഫിൽറ്ററിനായിട്ടും മച്ച് മോർ എക്സ്പെൻസീവ് ആണെങ്കിലും ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മറ്റേ എയർ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഭയങ്കര പൊടിയാവുമ്പോൾ അതിനെ കളയേണ്ടി വരും, ആൻഡ് വി ഹാവ് ടു ബൈ ന്യൂ. ഇതാവുമ്പോൾ ആ ഒരു യൂസ് ഇല്ല, അതിൻ്റെ അങ്ങനെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, ഇതിൻ്റെ ക്വാളിറ്റി ഈസ് സുപ്പീരിയർ ടു നമ്മളുടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള എയർ ഫിൽറ്റർ. സോ ഓവറോൾ നമ്മൾ ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. സോ ബേസിക്കലി ഒരു ബെറ്റർ പാർട്ടിനായിട്ട് അപ്ഗ്രേഡ് ചെയ്യാണ്. സോ ഇത് അറൗണ്ട് 6,000ഓളം 6,900 സംതിങ് എക്സ്പെൻസ് ഉണ്ട് ഇതിന്. സോ ഇൻഡസ്ട്രിയൽ ബൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലാണ് ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഞാൻ വേറെ സ്ഥലങ്ങളിലും ചെക്ക് ചെയ്തിരുന്നു, കോഡ് 6 അതുപോലെ അങ്ങനെ അവരുടെ ചെക്ക് ചെയ്തപ്പോഴത്തേനായിട്ട് കുറച്ചുകൂടിയും ബെറ്റർ പ്രൈസ്. ഇത് കാരണം ഇത് നമുക്ക് സ്വയം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ പ്രൈസ് ഉള്ളതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. സോ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. സോ അൺലൈക്ക് നോർമൽ എയർ ഫിൽറ്ററിൻ്റെ പോലെയല്ല, ഇതൊരു തുണി പോലുള്ള, എന്താ പറയുക, തുണിയും വലയും പോലുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഒപ്പം ഒരു മാനുവലും വരുന്നുണ്ട്. മാനുവൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. മാനുവൽ പ്ലസ് BMC എയർ ഫിൽറ്ററിൻ്റെ സ്റ്റിക്കേഴ്സും ആണ് വരുന്നത്. സോ സർട്ടിഫിക്കേഷൻ ഇത് ആക്ച്വലി CR-Vയുടെ കുറച്ച് റെയറാണ് കിട്ടാൻ, അതുകൊണ്ട് ഇത് 2018 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇറ്റ്സ് ന്യൂ, സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ എന്തോ ഇറ്റാലിയൻ ആണ് സാധനം, മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. അപ്പോൾ ഇറ്റാലിയനിൽ എഴുതിയിട്ടുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്, എന്തോ സർട്ടിഫിക്കേഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്ററിനെ കുറിച്ചിട്ട് മെൻഷൻഡ് ആണ് ഇവിടെ. ഇംഗ്ലീഷ് നോക്കാം. നോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റാളേഷൻ ഗൈഡ് ലൈൻസ്, ഓക്കെ, വിത്ത് സ്പെഷ്യൽ മെക്കാനിക്സ്. ഓക്കെ, അത് ഞാനല്ല. എനിവേ, ഇൻസ്റ്റലേഷൻ ഗൈഡ് ലൈൻസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അസംബ്ലി is mainly depend on the character needs to be carried out when the vehicle is stationed, the engine is cooled with first gear engaged. Remove the airbox cover, freeing the attachment. In some cases it may be necessary disconnect wire. Check installation of the OEM air filter in the airbox. Note how the BMC air filter should be installed. Remove the OEM air filter in position. Clean the inside surface of the with any impurities present. Okay. Place the BMC air filter housing. Close the airbox. Okay, ഇത് സിമ്പിൾ ആണ്. ബേസിക്കലി ഓപ്പൺ ചെയ്യുക, ലൈക്ക് ഇൻസൈഡ് വല്ല ഡേർട്ട് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ വേറെ ഇതിലൊന്നും ഇല്ല. ആൻഡ് ഇതിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മച്ച് ഓഫ് എൻ എക്സ്പെർട്ടീസ് ഈസ് നീഡഡ്. കാരണം എൻ്റെ CR-Vയിൽ ക്വൈറ്റ് സിമ്പിളാണ്, നമുക്കത് കാണാം. ഓൾ റൈറ്റ്, അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു. സോ ഇത് എവിടെയാണ് എയർ ഫിൽറ്റർ ഉള്ളത്, ആൻഡ് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്തും നമ്മുടെ എയർ ഫിൽറ്ററുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഓരോ സൈഡിലും ഈ സൈഡിലായിട്ട് ഇങ്ങനെ ക്ലിപ്സ് ഉണ്ട്, അത് നമുക്ക് വിടിയിപ്പിച്ചാൽ മതി. ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിടും. ആൻഡ് അനദർ പ്രോബ്ലം ഈസ് സിറാറ്റി ഈസ് കമ്മിങ് ഇൻ ദ വേ.
You're safe with mine, and I can't find the words to keep you, but I don't think Air filter is placed like this. 'cause we Sorry. This is the existing air filter and it was placed like this. So നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ വെക്കേണ്ടത്, റൈറ്റ്? ആൻഡ് രണ്ട് ഇതും വെച്ച് നോക്കുമ്പോൾ ലെറ്റ് മീ ജസ്റ്റ് കമ്പയർ. കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് similar, right? And I think it will be placed this way because ഈ തിക്കർ ഭാഗം അടിയിൽ വരും, ഈ തിക്കർ ഭാഗം അടിയിൽ വരും. അങ്ങനെയാണ്. ഇത് കുറച്ചുകൂടി സ്ലിമ്മറാണ്, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഫിറ്റ്സ്. നൗ ഇനി വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഉള്ളിൽ ജസ്റ്റ് വൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ്. ഡസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വൈപ്പ് ചെയ്യാൻ പറയുന്നു. സോ മാക്സിമം നമുക്ക് പറ്റാവുന്ന പോലെ ജസ്റ്റ് വൈപ്പ് ചെയ്യാം. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു പ്ലേസ് ദ ഫിൽറ്റർ. ഫിൽറ്ററിനെ പ്ലേസ് ചെയ്യണത് കുറച്ച് ടൈറ്റാണ്, ബട്ട് ട്രൈ ടു സ്റ്റിക്ക് ഇറ്റ് ഇൻ. ഓൾറൈറ്റ്. ആൻഡ് ഓക്കെ, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫിൽറ്ററിനെ. just keep living it up, the love, living it up, you know. Whatever is good for you. ഓക്കെ, സോ BMCയുടെ എയർ ഫിൽറ്ററിൻ്റെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇതിലിപ്പോൾ ഉള്ളത് മുമ്പുണ്ടായിരുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഫിൽറ്ററാണ്. ഇതിന് യൂസ് വേണം, കാരണം ഇത് നമ്മൾ എടുത്തു വയ്ക്കണം. നമ്മൾ ഈ എയർ ഫിൽറ്റർ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷനിൽ ഇട്ട് അറൗണ്ട് 1 day വെക്കണം. ആ സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഇപ്പോൾ എയർ ഫിൽറ്ററിനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ കുറച്ച് ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തത് ഡിലീറ്റ് ആയിപ്പോയി. സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഫിറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്ത് നോക്കി എന്താണ് ലൈക്ക് വർക്ക് ചെയ്യണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ചെക്ക് എൻജിൻ ലൈറ്റ് ഓണായി. ഞാനപ്പോൾ കുറച്ച് നെർവസായി, കാരണം ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എയർ ഫിൽറ്റർ ഊരിയ സമയത്ത് നിങ്ങൾ വീഡിയോയിൽ കാണാം, അതിൻ്റെ ഞാൻ സെൻസറിൻ്റെ വയർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിരുന്നു. അത് പിന്നെ ഞാൻ ശരിക്കും കണക്ട് ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തു, ഒന്നുകൂടിയും കറക്റ്റായിട്ട് ഫിറ്റ്മെൻറ്റും എല്ലാ ക്ലിപ്സും ഇടുക അങ്ങനെ എല്ലാം ചെയ്തിട്ടും ചെക്ക് എൻജിൻ ലൈറ്റ് ഓഫായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 പ്രാവശ്യം ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ആവണമെങ്കിൽ അതൊന്ന് റീസെറ്റ് ആവണം. അപ്പോൾ ഞാൻ ലൈക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ടൊന്നും വർക്കൗട്ടായില്ല. അതുപോലെ തന്നെ ഓൺലൈനിൽ ഞാൻ ചില ട്രിക്സ് ആൾക്കാർ ഇങ്ങനെ കീ ഓൺ ചെയ്യുക, ലൈക്ക് സെക്കൻഡ് ഓൺ പൊസിഷനിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്യുക, അങ്ങനെ 3 times ചെയ്ത് കഴിഞ്ഞാൽ തനിയെ റീസെറ്റ് ആവുമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അതും ആക്ച്വലി വർക്കൗട്ടായില്ല. വർക്കായത് ഇതാണ്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ ഒന്ന് ഊരി ഒരു 3 to 5 minutes വെച്ചിട്ട് പിന്നെ തിരിച്ച് കണക്ട് ചെയ്തപ്പോൾ സംഭവം റീസെറ്റായി. ഇപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡ്രൈവിൽ ഇതിനെ കൊണ്ടുപോയിട്ടില്ല, എയർ ഫിൽറ്ററിന്. സോ ഓവറോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ അഥവാ എയർ ഫിൽറ്റർ
ഫിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം എല്ലാ കണക്ടേഴ്സും കണക്റ്റഡ് അല്ലേ. പിന്നെ ചില കേസസിൽ പറയുന്നുണ്ട് എയർ ഫിൽറ്റർ വെക്കുമ്പോൾ തന്നെ എന്താണ് ലൈക്ക് എൻജിനിലേക്കുള്ള എന്താ പറയുക എയർ സപ്ലൈ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ പെട്ടെന്ന് ഇത് ഡിറ്റക്റ്റ് ചെയ്യും, ചെക്ക് എൻജിൻ ലൈറ്റ് ഓൺ ആവുന്നുള്ള കേസസ് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിയില്ല എന്താ റീസൺ അറിയില്ല, എന്നാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇനി ഇതിൻ്റെ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ അറിയിക്കാം. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ഡു, പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.